നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിരിപ്പിൽ കാണാത്തതിൻ്റെ പേരിൽ അന്വേഷിച്ചിറങ്ങുകയാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ അവിടുന്ന് ബഖീഉൽ മർഖദ് ഖബർസ്ഥാനിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഷഅബാൻ 15 രാവ് എന്ന ഈ മഹത്തായ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകൾക്ക് നരകമോചനം നൽകുന്നുണ്ട്. കലബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമം കണക്കിന്, ഒരുപാട് ആടുകളുള്ള ആളാണല്ലോ കലബ് ഗോത്രക്കാർ, ആ ഗോത്രക്കാരുടെ ആടുകളുടെ രോമം കണക്കിന് അല്ലാഹു തആല നരകമോചനം നൽകുന്നുണ്ട്. വളരെ മഹത്തായ ഒരു രാവാണ് ഈ ഷഅബാൻ 15 രാവ് എന്ന തരത്തിൽ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. ഈ ഹദീസ് തന്നെ അബൂ ദാവൂദ്, തിർമിദി, അഹ്മദ് തുടങ്ങിയ ഗ്രന്ഥങ്ങളിലെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ മറ്റു ഒരുപാട് ഹദീസുകൾ, ഒരുപാട് ആളുകൾക്ക് നരകമോചനം ലഭിക്കുന്ന മഹത്തായ രാവാണ് ഈ ബറാഅത്ത് രാവ്, ഷഅബാൻ 15 രാവ് എന്ന് വേറെയും ഹദീസുകൾ വന്നിട്ടുണ്ട്. അഹ്മദിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപ്രകാരം തന്നെ ഭക്ഷണം ചോദിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം ലഭിക്കും. അതേപ്രകാരം രോഗികൾ ദുആ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ശമനം ലഭിക്കും. ഇങ്ങനെ ഒട്ടനവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. ഈ ഹദീസുകളൊക്കെ മർഫൂആയി വന്നിട്ടുണ്ട് എന്ന് ഇബ്നു തൈമിയ അടക്കം, മുജാഹിദുകൾ അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ അടക്കം ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീമിലും മജ്മൂഉൽ ഫതാവയിലെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തൻ്റെ ഉമ്മിൽ പറഞ്ഞല്ലോ, മഹത്തായ രാവുകളിലെ 5 മഹത്തായ രാവുകളുടെ കൂട്ടത്തിൽ ഷഅബാൻ 15 രാവിനെയും എണ്ണി പറയുന്നുണ്ട്. അതേപ്രകാരം തന്നെ ഷർവാനി, മുഗ്നി, നിഹായ തുടങ്ങിയ ഷാഫിഈ മദ്ഹബിലെ പ്രഗൽഭ ഗ്രന്ഥങ്ങളിലെല്ലാം ഈ ഷഅബാൻ 15 രാവിലെ പ്രത്യേകം ദുആ ചെയ്യുക എന്നുള്ളത് വളരെ മഹത്വമുള്ള കാര്യമാണെന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.